ആറന്മുള വള്ളസദ്യ നിവേദ്യം സമർപ്പിക്കും മുൻപ് ദേവസ്വം മന്ത്രിക്ക് സദ്യ വിളമ്പിയ സംഭവത്തിൽ പ്രായശ്ചിത്ത സദ്യയ്ക്ക് ഒരുങ്ങി ക്ഷേത്ര ഭരണസമിതി. വള്ളസദ്യയ്ക്ക് തയ്യാറാക്കിയ എല്ലാ വിഭവങ്ങളും ഉൾപ്പെടുത്തി അടുത്ത മാസം 5-നാണ് സദ്യ നടത്തുക. ഷിജോ കുര്യൻ വിവരങ്ങൾ വച്ചിരുന്നു. ഷിജോ, അവിടെ ഈ ഭഗവാന് ഇത് നേദിക്കും മുമ്പ് മന്ത്രിക്ക് തിരക്ക്, മന്ത്രി വി എൻ വാസവന് തിരക്കാണ് എന്ന് പറഞ്ഞ് അതിനു മുമ്പ് ഭക്ഷണം കഴിച്ചിട്ട് പോയി എന്നുള്ളതായിരുന്നു പ്രശ്നം. അത് പ്രശ്നമാണ് എന്ന് പറഞ്ഞു. തന്ത്രി ഈ ചടങ്ങുകൾ ആവർത്തിക്കണം, പ്രായശ്ചിത്ത സദ്യ ഉണ്ടാവണം. ഇതായിരുന്നു അത്. അന്ന് മന്ത്രിയാണ്, മന്ത്രിക്ക് തിരക്കുണ്ട് എന്ന് കരുതിയാണ്. അത് അന്ന് അഷ്ടമിരോഹിണിയായിരുന്നു, ഭഗവാന്റെ പിറന്നാൾ എന്ന് കരുതപ്പെടുന്ന ദിവസമാണ്. അന്ന് ആദ്യം ഭഗവാനെ നേദിക്കുക എന്നുള്ളതാണ് ചടങ്ങ്. പക്ഷേ മന്ത്രി പോയത് കാരണം, മന്ത്രിക്ക് തിരക്കായത് കാരണം മന്ത്രിക്ക് ആദ്യം നേദിക്കേണ്ടി വന്നു. മന്ത്രിക്ക് ആദ്യം ഭക്ഷണം കൊടുക്കേണ്ടി വന്നു. അപ്പോൾ അത് പ്രശ്നമാണ്. അത് പ്രായശ്ചിത്തം ചെയ്യണമെന്ന് തന്ത്രി പറഞ്ഞു. തന്ത്രി കത്ത് കൊടുത്തു. തന്ത്രി കൊടുത്ത കത്തിൽ പള്ളിയോട സേവാസമിതിയും ദേവസ്വം ഭരണസമിതി ദേവസ്വം അംഗങ്ങളൊക്കെ ഭഗവാന് മുന്നിൽ എണ്ണപ്പണം സമർപ്പിക്കണം, ചടങ്ങുകൾ ഒന്നാകെ ആവർത്തിക്കണം, അന്നൊക്കെയുള്ള അന്ന് ഉള്ള അതേ വിഭവങ്ങളോടുകൂടി ആ സദ്യ വീണ്ടും കൊടുക്കണം, അതേസമയം തന്നെ ഇനി മേലാൽ ഈ തെറ്റുകൾ ആവർത്തിക്കില്ല എന്ന തീർച്ചപ്പെടുത്തണം തുടങ്ങിയ കർശനമായ ഒരു കത്തൊക്കെ തന്ത്രിയുടെ ഭാഗത്തുണ്ടായിരുന്നു. ഷിജോ കുറിച്ചിരുന്നു. ഷിജോ, തന്ത്രിയുടെ കത്തിൻ പ്രകാരമല്ലേ പ്രായശ്ചിത്ത വള്ളസദ്യ? അതെ കാശ്മി, ആറന്മുള അഷ്ടമി രോഹിണി വള്ളസദ്യയിൽ ഭഗവാന് സമർപ്പിക്കും മുൻപ് മന്ത്രിക്കും മറ്റ് വിശിഷ്ട അതിഥികൾക്കും സദ്യ വിളമ്പിയത് ആചാര ലംഘനമാണ് എന്ന് തന്ത്രി അറിയിച്ചിരുന്നു. അതുപ്രകാരം ഇതിന് പ്രായശ്ചിത്തം ചെയ്യണമെന്ന് കാട്ടി തന്ത്രി ദേവസ്വം ബോർഡിനെയും അതുപോലെ തന്നെ ക്ഷേത്ര ഉപദേശക സമിതിയെയും പള്ളിയോട സേവാ സംഘത്തെയും ഒക്കെ കാര്യങ്ങൾ അറിയിച്ചിരുന്നു. അതുപ്രകാരം തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രായശ്ചിത്തം ചെയ്യാനുള്ള അനുമതി നൽകിയതിന് പിന്നാലെയാണ് ഇപ്പോൾ ആറന്മുള അഷ്ടമി രോഹിണി വള്ളസദ്യയിൽ ഭഗവാന് നിവേദിക്കും മുമ്പ് മന്ത്രിക്ക് സദ്യ വിളമ്പിയ സംഭവത്തിൽ ഇപ്പോൾ പ്രായശ്ചിത്തം ചെയ്യാനുള്ള സമയം തീരുമാനിച്ചിരിക്കുന്നത്. ഫെബ്രുവരി മാസം 5-ാം തീയതിയായിരിക്കും വള്ളസദ്യ വീണ്ടും പ്രായശ്ചിത്ത വള്ളസദ്യ നടത്തുക. കഴിഞ്ഞ ബുധനാഴ്ച എണ്ണാപ്പണ സമർപ്പണവും അതുപോലെ തന്നെ വിളിച്ചു ചൊല്ലിയുള്ള പ്രായശ്ചിത്തവും ക്ഷേത്രത്തിൽ വൈകിട്ട് 5 മണിയോടുകൂടി നടന്നിരുന്നു. അങ്ങനെ വിളിച്ചു ചൊല്ലി പ്രായശ്ചിത്തവും എണ്ണാപ്പണ സമർപ്പണവും കഴിഞ്ഞതോടുകൂടിയാണ് ഇനിയിപ്പോൾ സദ്യ ഒരുക്കിയുള്ള പ്രായശ്ചിത്തം. അത് ഫെബ്രുവരി മാസം 5-ാം തീയതി നടക്കും. ഉച്ചപൂജ കഴിഞ്ഞിരുന്ന മുറയ്ക്കായിരിക്കും തന്ത്രിയും മറ്റ് ബന്ധപ്പെട്ട അധികൃതരെല്ലാം കൂടി ചേർന്നുകൊണ്ട് വള്ളസദ്യ വീണ്ടും അതേ രീതിയിൽ ഏതൊക്കെ വിഭവങ്ങൾ ഉപയോഗിച്ചാണോ അഷ്ടമി രോഹിണി നാളിൽ വള്ളസദ്യ നടത്തുക അതേ രീതിയിൽ തന്നെയുള്ള ഒരു പ്രായശ്ചിത്ത സദ്യയായിരിക്കും നടത്തുക. 11 പറ അരിയുടെ സദ്യ ഇതും അതുപോലെ തന്നെ 1 പറ അരിയുടേത് 2 രീതിയിലാണ് ക്രമീകരിച്ചിരിക്കുന്നത്. അങ്ങനെ ഈ സദ്യ കഴിക്കുന്നതോടുകൂടി പ്രായശ്ചിത്ത കർമ്മങ്ങൾ പൂർത്തിയാകും എന്നുള്ള കാര്യങ്ങൾ കൂടി അറിയിച്ചിട്ടുണ്ട്. ഇതിനകത്ത് എടുത്തു പറയേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം 11 പറ അരിയുടെ സദ്യ ഊട്ടുപുരയിൽ തയ്യാറാക്കും. 1 പറ അരിയുടെ സദ്യ 4 കറി വിഭവങ്ങളും തിടപ്പള്ളിയിലും ഒരുക്കും. അതിനുശേഷം ഇനി ഒരിക്കലും തെറ്റ് ആവർത്തിക്കില്ല എന്നും ചട്ടപ്രകാരം തന്നെ വള്ളസദ്യ നടത്തിക്കൊള്ളാമെന്ന് സത്യം ചെയ്യുന്നതോടുകൂടിയായിരിക്കും പ്രായശ്ചിത്ത കർമ്മങ്ങൾ പൂർത്തിയാവുക. ഹാഷ്മി, പ്രായശ്ചിത്ത വള്ളസദ്യ നടക്കാൻ പോകുന്നുണ്ട്. അന്നും മന്ത്രി വി എൻ വാസവൻ പോയി പങ്കെടുക്കുമോ ആ സദ്യയിൽ എന്ന് ആരും അറിയില്ല. എന്തായാലും മന്ത്രി ഭഗവാന് കൊടുക്കുന്നതിന് മുമ്പ് മന്ത്രി തിരക്ക് പറഞ്ഞ് ഭക്ഷണം വിളമ്പി എന്നുള്ളതാണ്. അത് ആചാരപ്രശ്നമായി കാണുന്നത്. ആചാരപ്രശ്നമാണ്. തന്ത്രിയുടെ കത്തിന് പ്രകാരം ആ നടപടികൾ പുരോഗമിക്കുന്നത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.